ഞാൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെൻ്റെ അമ്മനെ കാണാൻ പറ്റുമോ? ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത് ട്രെൻഡിങ് ആയൊരു കാര്യമാണ് പഞ്ച് എന്നുള്ള കുട്ടിക്കുരങ്ങൻ്റെ ഒരു അവസ്ഥ. അതായത് ഒറ്റപ്പെടലിൻ്റെ വേദനയും കാര്യങ്ങളും കാണിച്ച് അത് ആളുകൾ കാണുകയും കണ്ണീരണിയുകയും ചെയ്തൊരു കാര്യമാണ്. ആ ഒരു വീഡിയോ കണ്ട് കണ്ണീരണിയുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കമൻസിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മൾ എത്ര ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട്. ഒറ്റപ്പെടുന്ന ആളുകൾ ആ പാവയെ പോലെ നമ്മൾ ചേർത്ത് പിടിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? എനിക്ക് ധാരാളം മെസ്സേജുകൾ വരാറുണ്ട് ഒറ്റപ്പെടുന്നതിൻ്റെ വേദനകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആളുകൾ പോലും മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരു സഹോദരൻ അയച്ച മെസ്സേജാണ്. ഒരു ജ്യേഷ്ഠനും അമ്മയും ഉണ്ടായിരുന്നു, അവർ രണ്ടാളും മരണപ്പെട്ടു. സോ ആള് ആത്മഹത്യയുടെ വക്കിലാണ്, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. യെസ്, ആൾ ഒറ്റപ്പെടലിലാണ്. ആത്മഹത്യ ചെയ്തിട്ടെങ്കിലും അമ്മൻ്റെയും ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള തോന്നലിൽ അതിലേക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായി. അങ്ങനെ ഒറ്റപ്പെടുന്ന മനുഷ്യരെ നമ്മൾ ചേർത്ത് പിടിക്കാറുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഒറ്റപ്പെടുന്ന ലോൺലിനെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ ആ പാവ ചേർത്ത് പിടിക്കുന്നത് പോലെ അവർക്കൊരു പാവയായിട്ടെങ്കിലും കൂടെ നിന്ന് അവരെ സമാധാനിപ്പിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പഞ്ചിൻ്റെ വിഷയത്തിൽ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം. മനുഷ്യരെ കാണുന്നത് കുറച്ചുകൂടി ആഴത്തിലാകാൻ ശ്രമിക്കുക, മനുഷ്യരുടെ വേദനകൾ അറിയാൻ ശ്രമിക്കുക, മനുഷ്യരുടെ ഒറ്റപ്പെടലുകളിൽ അവരുടെ കൂടെ ഉണ്ടാവാൻ ശ്രമിക്കുക. അത് മാനസിക മൂല്യത്തിനെ കൂടുതലായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമായിരിക്കും. അല്ലെങ്കിലും ലോകം നിലനിൽക്കുന്നത് അംബാനിൻ്റെ കയ്യിൽ പൈസ ഉള്ളതിനെ കൊണ്ടോ വാറൻ ബഫറ്റിൻ്റെ കയ്യിൽ പൈസ ഉള്ളതിനെ കൊണ്ടോ ഒന്നുമല്ല. ലോകം നിലനിൽക്കുന്നത് ഈ ചേർത്ത് പിടിക്കുന്ന മനുഷ്യന്മാർ ലോകത്തുള്ളതുകൊണ്ട്.